ഹലോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചാപ്റ്റർ വോളിയം ആണ്. ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, വോളിയം എന്ന് പറയുന്നത് വെൻ കമ്പയർ ടു അതർ ചാപ്റ്റേഴ്സ് നമുക്ക് കുറച്ചുകൂടി എളുപ്പം പഠിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ കുറച്ച് ഇക്വേഷൻസ് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ കുറച്ചധികം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് വോളിയം. So you should try to practice all the problems in the textbook and also the notebook that we were discussing in the classroom. അതും അതിൻ്റെ ഒപ്പം തന്നെ ഇനി പറയുന്ന കാര്യങ്ങൾ കൂടി കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നല്ലൊരു മാർക്ക് എക്സാമിനേഷൻ സ്കോർ ചെയ്യാൻ സാധിക്കും. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഞാനിപ്പം പറഞ്ഞതുപോലെ വോളിയം ആണ്. വോളിയം ക്ലാസ്സിൽ വോളിയത്തിന്റെ ഇൻട്രൊഡക്ഷൻ എല്ലാ ക്ലാസ്സിലും പറഞ്ഞു കഴിഞ്ഞാണ്. 6 A B സുയിലെല്ലാം അതിന്റെ ഇൻട്രൊഡക്ഷൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്. എന്താണ് വോളിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്, മലയാളത്തിൽ വ്യാപ്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഓൾറെഡി ഒരു മെറ്റീരിയലിന് നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഥലം അല്ലെങ്കിൽ അതിന്റെ ടോട്ടൽ ക്വാണ്ടിറ്റി എത്ര വേണം എന്നുള്ളതാണ് നമ്മൾ വോളിയം എന്നൊക്കെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. ആൻഡ് അതിനോടൊപ്പം തന്നെ നമ്മൾ പരപ്പളവും വ്യാപ്തവും തമ്മിൽ കമ്പയർ ചെയ്ത് പഠിച്ചു അല്ലേ. ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പരപ്പളവും അതായത് നമ്മുടെ എന്താ പറയാ ഏരിയയും അതേപോലെ തന്നെ വോളിയവും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നമ്മൾ പഠിച്ചതാണ്. ക്ലാസ്സിലെ മലയാളം മീഡിയത്തിൽ എഴുതി കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട്. എല്ലാ ക്ലാസ്സിലും 3 ക്ലാസ്സിലും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഏരിയ എടുക്കുകയാണെങ്കിൽ പരപ്പളവാണ്, വോളിയം എന്ന് വെച്ചാൽ വ്യാപ്തമാണ്. നമുക്കറിയാം ഏരിയ എന്ന് പറയുന്നത് 2 ഡയമെൻഷണൽ ക്വാണ്ടിറ്റീസ് ആണ്. 2 തലങ്ങൾ മാത്രമേ അതിലുള്ളൂ. വോളിയം 3 ഡയമെൻഷണൽ ആണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. കാരണം ഒരു 3 ഡയമെൻഷണൽ ഫിഗർ ഏറ്റവും എളുപ്പം നമ്മൾ ഒരു ക്യൂബ് ആലോചിച്ചാൽ മതി. ഒരു ക്യൂബിനെ നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ എങ്ങനെയാണുള്ളത്, അതിനൊരു നീളമുണ്ട്, ഒരു വീതിയുണ്ട്, ഒരു ഉയരമുണ്ട്, ഒരു ലെങ്ത് ഉണ്ട്, ഒരു വിഡ്ത്ത് ഉണ്ട്, ഒരു ഹൈറ്റ് ഉണ്ട്. അത് തന്നെയാണ്, സെയിം കോൺസെപ്റ്റ് ആണ് ഏരിയയിൽ നിന്ന് നമ്മുടെ വോളിയത്തെ ഡിഫറെന്റ് ആക്കി മാറ്റണത്. ഏരിയ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഏരിയ കാണാൻ നമുക്ക് നമ്മുടെ ലെങ്ത്തും വിഡ്ത്തും കൂടി ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കിട്ടും. അതിന് 2 യൂണിറ്റ് ആണുള്ളത്, സെന്റിമീറ്റർ സ്ക്വയറും അല്ലെങ്കിൽ മീറ്റർ സ്ക്വയറും. ഇതുപോലെ തന്നെയാണ് വോളിയം. വോളിയത്തിൽ ഞാൻ പറഞ്ഞു 3 ഡയമെൻഷണൽ ആയതുകൊണ്ട് തന്നെ 3 തലങ്ങൾ വരുന്നുണ്ട്. ശരിക്കും അത് XYZ എന്നൊക്കെ പറഞ്ഞിട്ട് ഡയമെൻഷൻസ് പഠിക്കുന്നുണ്ട്. അതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. തൽക്കാലം 3 ഡയമെൻഷനിൽ 3 ക്വാണ്ടിറ്റീസ് വേണം, 3 അളവുകൾ വേണം. ഏതൊക്കെ വേണം? നമ്മുടെ വ്യാപ്തം കണ്ടുപിടിക്കാൻ നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരം. നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ ആര് മാത്രമേ ഉള്ളൂ? ലെങ്ത്തും വിഡ്ത്തും മാത്രമല്ലേ ഉള്ളൂ, നീളവും വീതിയും മാത്രമല്ലേ ഉള്ളൂ. പക്ഷെ വ്യാപ്തത്തിൽ വരുമ്പോൾ നീളവും വീതിയും ഉയരവും വരുന്നുണ്ട്. ലെങ്ത്ത്, വിഡ്ത്ത്, ഹൈറ്റ് വരുന്നുണ്ട്. 3 ക്വാണ്ടിറ്റീസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വോളിയം എന്ന് പറയുന്നത് ഒരു 3 ഡയമെൻഷണൽ ക്വാണ്ടിറ്റി ആണ് എന്ന് പറയുന്നത്. നീളവും വീതിയും മാത്രം പോരാ, ഉയരവും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു വസ്തുവിന്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് ഇതിന്റെ ബേസ്, തറ. ഒരു വീടെടുക്കുമ്പോൾ ആദ്യം തറ കിട്ടുമല്ലോ. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ യൂണിറ്റ് എന്താണ്? വ്യാപ്തത്തിന്റെ യൂണിറ്റ് എന്താണ്? സെന്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ മീറ്റർ ക്യൂബ് എന്നാണ് പറയാം. മലയാളത്തില് ഘന സെന്റിമീറ്റർ എന്നും അല്ലെങ്കിൽ ഘനമീറ്റർ എന്നും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടാവും. അത് നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഏത് കാര്യങ്ങൾ? നീളവും വീതിയും കാണാൻ ഈ ഏരിയയുടെ ഇക്വേഷൻ ലെങ്ത്തിന്റെ വിഡ്ത്ത് ആണ് എന്നും വോളിയത്തിന്റെ ഇക്വേഷൻ ലെങ്ത്തിന്റെ വിഡ്ത്തിന്റെ ഹൈറ്റ് ആണ് എന്നും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇവിടെ ഇംഗ്ലീഷും കൂടി എഴുതി തരാം. വോളിയം ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഈ 3 ക്വാണ്ടിറ്റീസും കിട്ടിക്കഴിഞ്ഞാൽ 3 കൂടി വെറുതെ ഗുണിച്ചു കഴിഞ്ഞാൽ ഏരിയ കിട്ടും. വോളിയം കിട്ടും. വോളിയം പഠിക്കാൻ വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. നീളവും വീതിയും ഉയരവും ഗുണിച്ചാൽ മതി. ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ വോളിയം ഓഫ് എ ഗിവൺ ഒബ്ജക്റ്റ്. ഒരു ഗിവൺ ഒബ്ജക്റ്റിന്റെ, ഒരു വസ്തുവിന്റെ വോളിയം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. There is one condition that you should follow when you are doing the problems which is related to the volume. വ്യാപ്തമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ 3ന്റെയും ക്വാണ്ടിറ്റീസ് സെയിം ആയിരിക്കണം. എങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അത് ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോളുക. വോളിയം കാണുമ്പോൾ നമ്മൾ പറഞ്ഞു നീളവും വീതി ഉയരം ഗുണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ലെങ്ത് സെന്റിമീറ്ററിലാണെങ്കിൽ വിഡ്ത്തും സെന്റിമീറ്ററിലായിരിക്കണം, ഹൈറ്റും സെന്റിമീറ്ററിലായിരിക്കണം തന്നിരിക്കുന്നത്. മനസ്സിലായോ? ഇപ്പോൾ ലെങ്ത് മീറ്ററിലാ തന്നെങ്കിൽ വിഡ്ത്തും മീറ്ററിലായിരിക്കണം, ഹൈറ്റും മീറ്ററിലായിരിക്കണം.
മൂന്നിന്റെ ക്വാണ്ടിറ്റീസ് സെയിം ആണ് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. അതിൽ നീളവും വീതിയും ഉയരവും ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റ് എല്ലാം സെയിം ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സെയിം യൂണിറ്റിലായിരിക്കും തന്നിട്ടുണ്ടാവുക. ലെങ്ത്ത് സെന്റിമീറ്ററിലാണെങ്കിൽ വിഡ്ത്തും ഹൈറ്റും സെന്റിമീറ്ററിലായിരിക്കണം നോക്കണം. അതേപോലെ തന്നെ ലെങ്ത്ത് മീറ്ററിലാണെങ്കിൽ വിഡ്ത്തും ഹൈറ്റും എന്തിലായിരിക്കണം, മീറ്ററിലായിരിക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ വോളിയത്തിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കോൺസെപ്റ്റ് മാറി. ഇത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമാണ്. ചില സമയത്ത് നമ്മളോട് ചോദിക്കും, ഈ വോളിയം കാണുന്നതിന് പകരം നമ്പർ ഓഫ് യൂണിറ്റ് ക്യൂബ് കാണാൻ പറയും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്പർ ഓഫ് യൂണിറ്റ് ക്യൂബ് അല്ലെങ്കിൽ യൂണിറ്റ് ക്യൂബുകളുടെ എണ്ണം അല്ലെങ്കിൽ ചതുരക്കട്ടകളുടെ എണ്ണം എത്രയാണ് എന്നൊക്കെ മലയാളത്തിൽ ചോദിക്കും. അപ്പൊ ചതുരക്കട്ടകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാലും നമ്പർ ഓഫ് യൂണിറ്റ് ക്യൂബ് ചോദിച്ചു കഴിഞ്ഞാലും കാണേണ്ടത് വോളിയം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതിന് നമുക്കൊരു എക്സാമ്പിൾ ക്ലാസ്സിൽ ഞാൻ ഓൾറെഡി ചെയ്തതാണ്. ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഈ ഒരു ചതുരക്കട്ടയുടെ കാര്യം നിങ്ങൾ എടുക്കുക. ഈ ഒരു ചതുരക്കട്ടയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നിങ്ങൾ നോക്കിയേ. ഇതിന്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം നമുക്ക് കണ്ടുപിടിക്കണം. എന്താ ഇക്വേഷൻ? ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. അല്ലെങ്കിൽ നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരമാണ് അല്ലേ, നമ്മൾ പഠിച്ചതാണ്. ഇതിന്റെ നീളം നോക്കിയേ, ഇതെല്ലാം യൂണിറ്റ് ക്യൂബ് അല്ലേ, ചതുരക്കട്ടകളല്ലേ. അതായത് ഓരോ വശവും 1 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ നീളം എണ്ണി നോക്കിയായിട്ട് നീളം 1, 2, 3. അപ്പൊ ഇവിടെ 3 സെന്റിമീറ്റർ ആയിരിക്കും നീളം. അപ്പൊ നീളം കിട്ടി എത്രയാണ്? 3 ഗുണിക്കണം വീതി നോക്കാം 1, 2, 3. അതും 3 തന്നെയാണ് ഗുണിക്കണം. ഉയരം നോക്കാം, ഇങ്ങനെയല്ലേ ഉയരം നോക്കുക, എത്ര ഉണ്ട്? 1, 2, 3 എണ്ണം ഉണ്ട്. അത് 3 സെന്റിമീറ്റർ ആയിരിക്കും. എല്ലാം കൂടി ഗുണിച്ചാൽ 3 ഗുണിക്കണം 3 9 ഗുണിക്കണം 3, അതായത് 27 സെന്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ഘന സെന്റിമീറ്റർ എന്നുള്ള ഉത്തരം നമുക്ക് കിട്ടും. അപ്പൊ വ്യാപ്തം കണ്ടുപിടിച്ചല്ലോ. ഇനി ഇതിലെ കട്ടകളൊന്ന് എണ്ണി നോക്കിയാട്ടെ. നിങ്ങൾ ഇതിലെ കട്ടകൾ ഒന്ന് എണ്ണി നോക്കിയാട്ടെ. 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പൊ ഈ റോയില് 9 കട്ടകളുണ്ട് അല്ലെ. ഫസ്റ്റുള്ള റോയില് 9 കട്ടകളുണ്ട്. അതേപോലെ 9 കട്ടകൾ ഈ ബാക്കിലത്തെ റോയിലും ഇല്ലേ, അതേപോലെ ഈ ബാക്കിലത്തെ ലാസ്റ്റ് റോയിലും 9 കട്ടകളില്ലേ. അപ്പൊ ഒരു ഫ്രണ്ട് റോയിൽ 9 കട്ടകളുണ്ട്. അങ്ങനത്തെ 3 റോ ഉണ്ടല്ലേ. അപ്പൊ 9/3 27 ചതുരക്കട്ടകൾ ഉണ്ടാവും, അല്ലെങ്കിൽ 27 യൂണിറ്റ് ക്യൂബ് ഉണ്ടാവും. നിങ്ങൾ നോക്കി, ഇത് രണ്ടും സെയിം അല്ലേ, നമുക്ക് കിട്ടിയത് രണ്ടും സെയിം അല്ലേ. അപ്പോ യൂണിറ്റ് ക്യൂബ്സിന്റെ എണ്ണം അല്ലെങ്കിൽ ചതുരക്കട്ടകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാലും വോളിയം തന്നെയാണ് കാണേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. അത് നമ്മുടെ വോളിയത്തിന് തുല്യമായിരിക്കും എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെച്ചേക്കുക. ചതുരക്കട്ടകളുടെ എണ്ണം അല്ലെങ്കിൽ നമ്പർ ഓഫ് യൂണിറ്റ് ക്യൂബ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും വോളിയം തന്നെയാണ് കാണേണ്ടത്. രണ്ടും ഈക്വൽ ആയിരിക്കും. അതിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഒരുപാട് ഫിഗർ തന്നിട്ടും 3 ഡയമെൻഷണൽ ഫിഗർ തന്നിട്ട് അതിന്റെ വോളിയം കാണാൻ ചോദിക്കുന്നുണ്ട്, ചതുരക്കട്ടകളുടെ എണ്ണം കാണാൻ ചോദിക്കുന്നുണ്ട്. അത്തരം പ്രോബ്ലംസ് ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് കൃത്യമായിട്ട് ചെയ്തു പഠിച്ചാൽ സംഭവം ഗംഭീരമായിട്ട് മാറും, നല്ല മാർക്ക് കിട്ടും. നമ്മുടെ ആനുവൽ എക്സാമിനേഷന് 10 മാർക്കിനും അതേപോലെ തന്നെ മന്ത്ലി ടെസ്റ്റുകൾക്കും അതേപോലെ തന്നെ ക്വാർട്ടർലി ഹാഫ് ഇയർലി പരീക്ഷകൾക്കൊക്കെ 5 മാർക്കിലും ചോദിക്കുന്ന ചോദ്യമാണ് വോളിയം റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. പക്ഷെ ഇത്ര മാത്രമാണോ പഠിക്കാനുള്ള? അല്ല. ഒരു ഇക്വേഷൻസ് പഠിച്ചിട്ട് നമുക്ക് ഇത്രയും മാർക്ക് കിട്ടുമോ? ഇല്ല. കാരണം നമ്മൾ 6ാം ക്ലാസ്സിലെ കുട്ടികളാണ്. അപ്പം നമുക്ക് കുറച്ചും കൂടി ഹയർ ലെവലായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. ഒരു ഇക്വേഷൻ പഠിച്ചു പോയിട്ട് വെറുതെ നീളവും വീതിയും ഉയരവും തന്നിട്ട് ഗുണിച്ചു എഴുതാൻ ഏത് കുട്ടികളോട് പറഞ്ഞാൽ അവർ ചെയ്യില്ലേ? 3 സംഖ്യകൾ ഗുണിക്കണ്ടേ? അതുവരെ പരീക്ഷയ്ക്ക് തെറ്റിച്ച ആൾക്കാരുണ്ട് നിങ്ങൾ ആലോചിക്കണം, ഇപ്പം കഴിഞ്ഞ പരീക്ഷയ്ക്ക്. അതുകൊണ്ട് അതങ്ങനെ ചെയ്യരുത്. ഒരു ക്ലാസ്സിന് B ക്ലാസ്സിന് എക്സാമിനേഷൻ കഴിഞ്ഞു, ഇനി Aയും Cയും ബാക്കിയുണ്ട്. കൃത്യമായിട്ട് പഠിച്ചിട്ട് മാത്രം പരീക്ഷയ്ക്ക് വരിക. ഗുണം അറിയില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇനി ബാക്കിയുള്ള ഇക്വേഷൻസ് കൂടി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിവിടെ എഴുതാം. ഒരു ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇക്വേഷൻ. വോളിയം ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. നമുക്ക് ഓൾറെഡി അറിയാം. പരീക്ഷയ്ക്ക് നമ്മളോട് ഇനി ചോദിക്കുന്ന ചില കാര്യങ്ങൾ, ഇപ്പൊ വോളിയം കാണാനല്ലേ ചോദിച്ചേ, ഇനി ചിലപ്പോൾ നമ്മളോട് ലെങ്ത് കാണാൻ ചോദിക്കും, വിഡ്ത്ത് കണ്ടുപിടിക്കാൻ പറയാം, ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറയാം. ഇതിന്റെ ഇക്വേഷൻസ് കൂടി നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. വളരെ എളുപ്പമാണ്. ഫസ്റ്റ് നമുക്ക് ലെങ്ത്തിന്റെ ഇക്വേഷൻ പഠിക്കാം. ലെങ്ത് ഈസ് ഈക്വൽ ടു വോളിയം ഡിവൈഡഡ് ബൈ, ബാക്കി ആരാ ഉള്ളത്? ലെങ്ത് കഴിഞ്ഞാൽ ബാക്കി ആരാ ഉള്ളത്? വിഡ്ത്തും ഹൈറ്റും അല്ലേ. അപ്പൊ വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, അത് രണ്ടും ഗുണിച്ച് എഴുതണം.
അത്രേ ഉള്ളൂ. ഇപ്പൊ ലെങ്ത്തിന്റെ ഇക്വേഷൻ കിട്ടി, വോളിയം ഡിവൈഡ് ബൈ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്. മലയാളത്തിലാണെങ്കിൽ എന്താ പറയാ, നീളം കണ്ടുപിടിക്കാൻ വ്യാപ്തം ഹരിക്കണം ബാക്കി ആരാ ഉള്ളത്, വീതി ഗുണിക്കണം ഉയരം. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ആരാ ഉള്ളത് നമുക്ക് നോക്കാം. വിഡ്ത്തിന്റെ ഇക്വേഷൻ എന്താണ്, വിഡ്ത്ത് വോളിയം ഡിവൈഡഡ് ബൈ വിഡ്ത്ത് കഴിഞ്ഞാൽ ബാക്കി ആരാ ഉള്ളത്, ലെങ്ത്തും ഹൈറ്റും അല്ലേ. അപ്പൊ ലെങ്ത് ഇൻറ്റു ഹൈറ്റ്. മലയാളത്തിൽ എന്താ എഴുതുക, വീതി സമം വ്യാപ്തം ഹരിക്കണം വീതി കഴിഞ്ഞാൽ ബാക്കി ആരുള്ളത്, നീളം ഗുണിക്കണം ഉയരം. ബാക്കിയാണല്ലോ. ഒരു ഇക്വേഷൻ കൂടി പഠിക്കാനുണ്ട്, അത് ഏതായിരിക്കും, ഉയരത്തിൻ്റെതായിരിക്കും അല്ലേ. ഉയരത്തിന്റെ ഇക്വേഷൻ കൂടി നമുക്കങ്ങ് പഠിച്ചു കളയാം. എന്താണ് ഉയരത്തിന്റെ ഇക്വേഷൻ, അല്ലെങ്കിൽ ഹൈറ്റ് ഈസ് ഈക്വൽ ടു വോളിയം ഡിവൈഡ് ബൈ ഹൈറ്റ് കഴിഞ്ഞാൽ ബാക്കി ആരാ ഉള്ളത്, ലെങ്ത്തും വിഡ്ത്തും അല്ലേ. അപ്പൊ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്. അതായത് മലയാളത്തിൽ ഉയരം ഈസ് ഈക്വൽ ടു വ്യാപ്തം ഹരിക്കണം ബാക്കി ആരാ ഉള്ളത്, ഉയരം കഴിഞ്ഞു കഴിഞ്ഞാൽ നീളം ഗുണിക്കണം വീതി. ഈ ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ വോളിയം എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ, വ്യാപ്തം എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ടേക്ക് നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ തന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നതാണ്. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ ഞാൻ പറഞ്ഞുതരാം. പേജ് നമ്പർ 41. ഇത് ഇന്ന് കംപ്ലീറ്റ് ആക്കിക്കോളണം. കംപ്ലീറ്റ് ആക്കിയിട്ട് മാത്രമേ നാളെ വരാൻ പാടുള്ളൂ. പേജ് നമ്പർ 41 ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ലെങ്ത്, ചിലതിന്റെ ലെങ്ത് നീളം തന്നിട്ടുണ്ട്, വിഡ്ത്ത് വീതി തന്നിട്ടുണ്ട്, ഹൈറ്റ് ഉയരം തന്നിട്ടുണ്ട്, വോളിയം വ്യാപ്തം തന്നിട്ടുണ്ട്. അപ്പൊ ചിലതിൽ വിട്ടുപോയ ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ചില കാര്യങ്ങളിൽ ചോദിച്ചിരിക്കുന്നത്, ചില ടേബിളിൽ ചോദിച്ചിരിക്കുന്നത് ലെങ്ത് കാണാനാണ് അല്ലെങ്കിൽ നീളം കാണാനാണ്. അപ്പൊ നീളത്തിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ കണ്ടുപിടിച്ചോളുക. വിഡ്ത്ത് കാണാനാണ് ചിലതിൽ, വീതി കാണാൻ ചോദിച്ചിട്ടുണ്ട്, അപ്പൊ അതിന്റെ ഇക്വേഷൻസ് വെച്ച് കണ്ടുപിടിച്ചോളുക. പിന്നെ ഹൈറ്റ് കാണാൻ ചോദിച്ചിട്ടുണ്ട്, ഉയരം കാണാൻ ചോദിച്ചിട്ടുണ്ട്, അതിന്റെ ഇക്വേഷൻസ് ഞാനിപ്പം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അത് കൃത്യമായിട്ട് പഠിച്ചോളുക. ഈ ഇക്വേഷൻസ് നിങ്ങൾ ഇപ്പം പഠിച്ച ഇക്വേഷൻസ് കൃത്യമായിട്ട് ബോക്സുകളിലാക്കി സൂക്ഷിച്ചിരിക്കണം. പെട്ടികളിലാക്കി, ഞാൻ തരുന്നതാണ് ക്ലാസ്സിൽ, പെട്ടികളാക്കി വരച്ച് വെച്ചോളൂ. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ. അതിൽ ഒരു ചോദ്യം വേണമെങ്കിൽ ഞാൻ ഇപ്പം ഡിസ്കസ് ചെയ്യാം. ഒറ്റ ചോദ്യം, അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചൊരു ചോദ്യം ചോദിക്കാം. 6ാമത്തെ ഒരു ചോദ്യം നോക്കാം. 6ാമത്തെ ചോദ്യം, അതില് ലെങ്ത് തന്നിട്ടില്ല. ലെങ്ത് തന്നിട്ടില്ല, ക്വസ്റ്റ്യൻ മാർക്കാണ്. അതായത് നീളം, മലയാളംകാരൻ നീളം അറിയാലോ. വീതി തന്നിട്ടുണ്ട്, വീതി അതായത് വിഡ്ത്ത് തന്നിട്ടുണ്ട്. അത് 2 സെന്റിമീറ്റർ ആണ് എന്ന് പറയുന്നുണ്ട്. ദെൻ ഹൈറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്, 4 സെന്റിമീറ്റർ ആണ് എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിക്കോളാം. പിന്നെ വോളിയം തന്നിട്ടുണ്ട്. വോളിയം മലയാളംകാരാണെങ്കിൽ വ്യാപ്തം തന്നിട്ടുണ്ട്. എത്രയാണ് വോളിയം, 80 സെന്റിമീറ്റർ ക്യൂബാണ്, അല്ലെങ്കിൽ ക്യൂബിക് സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇത് നമ്മൾ ലെങ്ത് കാണാനാണ് പറഞ്ഞത്. ലെങ്ത്തിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ലെങ്ത് ഈസ് ഈക്വൽ ടു വോളിയം ഡിവൈഡഡ് ബൈ വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. മലയാളംകാരാണെങ്കിൽ എന്ത് പറയും, വ്യാപ്തം ഡിവൈഡഡ് ബൈ ഹരിക്കണം വീതി ഗുണിക്കണം ഉയരമാണ്. ക്ലിയർ ആണല്ലോ. അപ്പം വോളിയം എത്രയാണ് ഇവിടെ പറയുന്നത്, നമുക്ക് ചെയ്തു നോക്കാം. വോളിയം ഇവിടെ പറയുന്നുണ്ട് 8 അല്ല കേട്ടോ, 80 ആണ്. ഞാൻ 8 എന്ന് എഴുതി അല്ലെ, 80 ആണ്. വ്യാപ്തം 80 ഹരിക്കണം വീതി എത്രയാണ്, വിഡ്ത്ത് എത്രയാണ്, വീതി ഇവിടെ തന്നിട്ടുണ്ട് 2 ആണ്. 2 ഗുണിക്കണം ഉയരം എത്രയാണ്, ഹൈറ്റ് ഇവിടെ തന്നിട്ടുണ്ട് 4 ആണ്. ചെയ്ത് നോക്കിയാൽ എന്താ ഉത്തരം കിട്ടുക, 80 ഹരിക്കണം 2 ഗുണിക്കണം 4 എത്രയാണ്, 8. ഇപ്പൊ 80നെ 8 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് എത്ര ആൻസർ കിട്ടുക, 8ൽ 8 ഒരു തവണ പോവും, ബാക്കി എത്ര ഉള്ളത് 10. ഇങ്ങനെ കുത്തിച്ചുരുക്കാൻ അറിയാത്ത ഒരു സൈഡിൽ ഹരിച്ചാൽ മതി. 80നെ 8 കൊണ്ട് ഹരിച്ചാൽ 10 ആണ്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അപ്പൊ എത്രയാണ് കിട്ടുക, ലെങ്ത് 10 സെന്റിമീറ്റർ നിർബന്ധമായിട്ട് എഴുതണം. അപ്പൊ ഉത്തരം കിട്ടി 10 സെന്റിമീറ്റർ ആണ്. ഇതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ ആ ടേബിൾ കൃത്യമായിട്ട് ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ട് മാത്രം നാളെ വരുമോ. ടെക്സ്റ്റ് ബുക്കിൽ കംപ്ലീറ്റ് ആക്കിയാൽ മതി, നോട്ട് ബുക്കിലേക്ക് മാറ്റി എഴുതേണ്ടതില്ല. ഓക്കെ ആണല്ലോ, അതിശക്തം. അപ്പൊ അത് കൃത്യമായി ചെയ്തുകൊള്ളുക, പഠിച്ചുകൊള്ളുക. ഈ ഇക്വേഷൻസ് ഇപ്പം ഞാൻ 4 ഇക്വേഷൻസ് പഠിപ്പിച്ചിട്ടുണ്ട്.
വോളിയത്തിന്റെ ഇക്വേഷൻ പഠിപ്പിച്ചിട്ടുണ്ട്, ലെങ്ത്തിന്റെ ഇക്വേഷൻ പഠിപ്പിച്ചിട്ടുണ്ട്, വിഡ്ത്തിന്റെ ഇക്വേഷൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഹൈറ്റിന്റെ പഠിപ്പിച്ചിട്ടുണ്ട്. മലയാളം കാരണങ്ങൾ വ്യാപ്തത്തിന്റെ ഇക്വേഷൻ പഠിപ്പിച്ചിട്ടുണ്ട്, സമവാക്യം പഠിപ്പിച്ചിട്ടുണ്ട്, നീളത്തിന്റെ സമവാക്യം പഠിപ്പിച്ചിട്ടുണ്ട്, ഉയരത്തിന്റെ സമവാക്യം പഠിപ്പിച്ചിട്ടുണ്ട്, വീതിയുടെ സമവാക്യം പഠിപ്പിച്ചിട്ടുണ്ട്. ഇല്ലേ? ഇത് ഞാൻ കൃത്യമായിട്ട് എഴുതി തന്നില്ലേ? അത് കൃത്യമായിട്ട് ചെയ്ത് പഠിച്ചിട്ട് മാത്രം നെക്സ്റ്റ് ക്ലാസ്സിൽ വരിക. ഞാനത് ക്ലാസ്സിൽ ചോദിക്കും, ഓരോന്നിൻ്റെ ഇക്വേഷൻസ് ചോദിക്കും, ഇല്ലെങ്കിൽ ഇമ്പോസിഷൻ എഴുതേണ്ടി വരും. അതുകൊണ്ട് കൃത്യമായിട്ട് എഴുതി പഠിച്ചിട്ട് മാത്രം വരിക. ഓക്കെ, അത് ശക്തം. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് ഓരോ ഷേപ്പുകളുടെ വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതിൽ ഇ എന്ന് പറയുന്ന ഒരു ഷേപ്പിന്റെ ഒരു ചോദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇ എന്ന് പറയുന്ന ഒരു ഷേപ്പിന്റെ ക്വസ്റ്റ്യൻ നമ്മുടെ പേജ് നമ്പർ 42 ഓരോ ഷേപ്പിന്റെയും വോളിയം കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓരോ ഷേപ്പിന്റെയും വോളിയം കണ്ടുപിടിക്കാൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അതിൽ ആദ്യം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇ എന്ന് പറയുന്ന ഒരു ഷേപ്പാണ്. ഇതുപോലത്തെ ഒരു ഷേപ്പിനെ പറ്റിയിട്ടാണ് ആദ്യം പറയുന്നത്. ഇ എന്ന് പറയുന്ന ഷേപ്പിന്റെ ടോട്ടൽ വോളിയം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പരീക്ഷയ്ക്ക് ഇത് വരാൻ സാധ്യതയുള്ള ചോദ്യമാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇതിൽ ഓരോ ക്വാണ്ടിറ്റി കൊടുത്തിട്ടുണ്ട്. ഈ മുകൾ ഭാഗത്തുള്ളത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആണ് എന്ന് പറയുന്നുണ്ട്. ഈ ഡിസ്റ്റൻസ് 8 ആണ് എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം 4 ആണ് എന്ന് ഓൾറെഡി പറയുന്നുണ്ട്. പിന്നെ സൈഡിലും ഇതും 12 ആണ് എന്ന് പറയുന്നുണ്ട്. ഇവിടെയുള്ള ടോട്ടൽ ലെങ്ത് 20 സെന്റിമീറ്റർ ആണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഏതാ പറയുന്നത്, ഉയരം നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഉയരം 2 ആണ്. അപ്പോൾ ഉയരം എല്ലാ സ്ഥലത്തും 2 ആയിരിക്കുമല്ലോ. ഒരു സ്ഥലത്ത് 2 ആണെങ്കിൽ ഉയരം കോൺസ്റ്റന്റ് ആയിരിക്കും, സ്ഥിരമായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചേക്കുക. ഇത് 4 ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ടോട്ടൽ വോളിയം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഇവിടെ താഴെയും 8 ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ടോട്ടൽ വോളിയം, ഈ ഷേപ്പിന്റെ 3 ഡയമെൻഷൻ ഷേപ്പിന്റെ ടോട്ടൽ വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനെ ഒരുമിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അപ്പൊ ഇതിനെ 3 ഭാഗങ്ങളാക്കി മാറ്റിയിട്ടാണ് കണ്ടുപിടിക്കുക. ഇതിവിടെ നിന്ന് ഇങ്ങനെ യോജിപ്പിക്കുന്നു, ഇതിങ്ങനെ യോജിപ്പിക്കുന്നു, ഇതിങ്ങനെ യോജിപ്പിക്കുന്നു. എന്നിട്ട് ഈ കഷ്ണത്തിന്റെ വോളിയം ആദ്യം കണ്ടുപിടിക്കും. ഇവിടെയുള്ള ഈ പീസിന്റെ വോളിയം കണ്ടുപിടിക്കും. പിന്നെ ഇവിടെയുള്ള ഈ ചെറിയ പീസിന്റെ വോളിയം കണ്ടുപിടിക്കും. ഇവിടെയുള്ള ഈ ചെറിയ പീസിന്റെ വോളിയം കണ്ടുപിടിക്കും. ഇവിടെയുള്ള ഈ ചെറിയ പീസിന്റെ വോളിയം കണ്ടുപിടിക്കും. അങ്ങനെ 1, 2, 3, 4 ഈ 4 ഷേപ്പിന്റെയും വോളിയം കണ്ടുപിടിച്ചിട്ട് കൂട്ടിയാൽ മാത്രമേ നമുക്ക് ടോട്ടൽ വോളിയം കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്തു തരുന്നില്ല, ഓരോ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തോളാം. ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകാം. ആദ്യം നമുക്ക് ഒന്നാമത്തെ ഷേപ്പ് എടുക്കാം. ഒന്നാമത്തെ ഷേപ്പ്, അതിന്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കുക. പെട്ടെന്ന് കിട്ടും, വേഗം പഠിക്കാൻ പറ്റും. ലെങ്ത് ഇതല്ലേ ലെങ്ത് എത്രയാണ്? 20 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വിഡ്ത്ത് എത്രയാണെന്ന് നോക്കുക. വിഡ്ത്ത് എത്രയാ വരിക? ഇത് ആകെയുള്ളത് 12 അല്ലേ? അതിൽ നിന്ന് 8 പോയി കഴിഞ്ഞാൽ ബാക്കി 4 അല്ലേ? അപ്പൊ വിഡ്ത്ത് 4 ആണ്. ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് സ്ഥിരമാണെന്ന് ഞാൻ പറഞ്ഞു, അത് 2 തന്നെയാണ് അല്ലേ? ഏതിന്റെ എടുത്താലും ഹൈറ്റ് 2 തന്നെയാണ് വരിക. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ വോളിയം കിട്ടൂലേ? ഇതിന്റെ വോളിയം കണ്ടുപിടിക്കാൻ സാധിക്കില്ലേ? നിങ്ങൾ കണ്ടുപിടിക്കുക. രണ്ടാമത്തെ ഭാഗം എടുക്കുക. ഏതാ രണ്ടാമത്തെ ഭാഗം? ഇതാണ് രണ്ടാമത്തെ ഭാഗം. അതിന്റെ ലെങ്ത് നോക്കിയേ. ഈ ലെങ്ത് തന്നിട്ടുണ്ട്. എത്രയാണ്? 8 ആണ്. വിഡ്ത്ത് നോക്കിയേ. വിഡ്ത്ത് എത്രയാണ്? ഈ വിഡ്ത്ത് എത്രയാണെന്ന് ഓൾറെഡി പറയുന്നുണ്ടാവല്ലോ. 4 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 4. അപ്പൊ വിഡ്ത്ത് 4. ഹൈറ്റ് എത്രയാണ്? മാറില്ല, 2 തന്നെ. അതിന്റെ വോളിയം കണ്ടുപിടിക്കാലോ. അത് കണ്ടുപിടിക്കുക. മൂന്നാമത്തെ ഷേപ്പ് നോക്കുക. മൂന്നാമത്തെ ചെറുത് ഇവിടെയാണ് മൂന്നാമത്തത്. അതിന്റെ ലെങ്ത് എത്രയാണ്? 4. വിഡ്ത്ത് എത്രയാണ്? 4. ഹൈറ്റ് എത്രയാണ്? 2. അപ്പൊ അതിന്റെയും വോളിയം കണ്ടുപിടിക്കാലോ. നിങ്ങൾ കണ്ടുപിടിച്ചോളുക. ഒന്നും കൂടി ഉണ്ടല്ലേ, നാലാമത്തെ ഈ ഭാഗവും കൂടിയുണ്ട്. നാലാമത്തെ ഒരു ഭാഗവും കൂടിയുണ്ട്. തൽക്കാലം ഇവിടെ സൈഡിൽ എഴുതാം. നാലാമത്തെ ഭാഗം. അതിന്റെ ലെങ്ത് എത്രയാണ്? ലെങ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 8 ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. 8. അതിന്റെ വിഡ്ത്ത് എത്രയാണ് വരിക? 4 ആണ്. ഹൈറ്റ് എത്രയാണ്? മാറില്ലല്ലോ, 2 തന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ അതിന്റെ വോളിയം കണ്ടുപിടിക്കാലോ. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഒരു വോളിയം ഇവിടെയുണ്ട്, ഇവിടെ ഉത്തരം കിട്ടും. രണ്ടാമത്തെ വോളി ഇവിടെ ഉത്തരം കിട്ടും. മൂന്നാമത്തെ വോളി ഇവിടെ ഉത്തരം കിട്ടും. നാലാമത്തെ വോളി ഇവിടെ ഉത്തരം കിട്ടും. ഈ 4 വോളിയങ്ങളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഷേപ്പിന്റെ ടോട്ടൽ വോളിയം കണ്ടുപിടിക്കാൻ സാധിക്കും. പെട്ടെന്ന് ചെയ്തോളൂ, ഞാൻ അധികം പറയുന്നില്ല, വീഡിയോ ഭയങ്കര ലെങ്ത് ആയിപ്പോവും. അതുകൊണ്ട് എൻ്റെ വോളിയം കണ്ടുപിടിച്ചിട്ട് വരിക. പറയാത്ത ക്ലാസ് ഉണ്ടെങ്കിൽ അവർ കൃത്യമായി ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ട് മാത്രമേ വരാൻ പാടുള്ളൂ. അതേപോലെ തന്നെ വേറൊരു ഷേപ്പിന്റെ ചോദ്യമാണ് എച്ച് എന്ന് പറയുന്ന ഒരു ഷേപ്പിൻ്റെതും കൂടി നമ്മുടെ പരീക്ഷയ്ക്ക് ഇത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. എച്ച് എന്ന് പറയുന്ന ഒരു ഷേപ്പിൻ്റെത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത കാണുന്നുണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ മതി. അതിന്റെ ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി.
അതിൻ്റെ ടോട്ടൽ ലെങ്ത് ഇത് 16 കൊടുത്തിട്ടുണ്ട്. പിന്നെയോ ഹൈറ്റ് 3 ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഹൈറ്റ് 3 പറഞ്ഞിട്ടുണ്ട്. പിന്നെ വിഡ്ത്ത് എത്രയാണ് തന്നിരിക്കുന്നത്? വിഡ്ത്ത് 4 തന്നിരിക്കുന്നത് അല്ലേ, 3 വിഡ്ത്ത് 4 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 4 എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ചെറിയ ഭാഗം 6 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇതെല്ലാം 6 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം 6. ഉള്ളിലുള്ള ഭാഗം 4 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് 16 ആണെങ്കിൽ ഇത് എന്തായാലും 16 ആയിരിക്കുമല്ലോ. ഇത് 4 ആണെങ്കിൽ ഇത് 4 ആയിരിക്കും. ഇത് 4 ആയിരിക്കും. ഹൈറ്റ് എല്ലാ സ്ഥലത്തും 3 തന്നെയായിരിക്കും. ഹൈറ്റ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും, സ്ഥിരമായിരിക്കും എന്നുള്ള കാര്യം എന്ത് ചെയ്യാം, ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? 3 ഭാഗങ്ങളാക്കണം അല്ലേ. ഇത് നേരെ ഇങ്ങനെ യോജിപ്പിക്കാം, ഇത് നേരെ ഇങ്ങനെ യോജിപ്പിക്കാം. അപ്പോൾ എത്ര ഭാഗങ്ങൾ കിട്ടി? 1 2 3 ഭാഗങ്ങളുടെ വോളിയം വേഗം കണ്ടുപിടിച്ചോളൂ. ഒന്നാമത്തെ ഭാഗത്തിന്റെ ലെങ്ത് എത്രയാണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, 16. വിഡ്ത്ത് എത്രയാണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട് 4 അല്ലേ. ചോദ്യത്തിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് മാറില്ലല്ലോ, നമ്മുടെ ചോദ്യത്തിൽ പറയുന്നുണ്ട്. ഹൈറ്റ് 3 എന്ന് പറയുന്നുണ്ട്, ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പേജ് നമ്പർ വേണോ? പേജ് നമ്പർ 42. ഇതിന്റെ വോളിയം കണ്ടുപിടിച്ചോളുക. രണ്ടാമത്തെ ഭാഗം, ഈ കുഞ്ഞു ഭാഗം നോക്കാം. അതിന്റെ ലെങ്ത് എത്രയാണ്? 4 എന്ന് പറയുന്നുണ്ട്. അതിന്റെ വിഡ്ത്ത് എത്രയാ വരിക? കണ്ടുപിടിക്കാൻ പറ്റുമോ വിഡ്ത്ത്? ഇവിടെ ടോട്ടൽ 16 അല്ലേ. ഇവിടെ 6 12 കഴിച്ച് 16ലേക്ക് ബാക്കി എത്രയുണ്ട്? 4. എന്നാലേ ടോട്ടൽ 16 കിട്ടുള്ളൂ. അപ്പൊ ഇതും എത്ര തന്നെയായിരിക്കും? 4 തന്നെയായിരിക്കും. അപ്പൊ വിഡ്ത്തും നമുക്ക് കിട്ടി. എത്രയാണ്? 4. ഹൈറ്റ് എത്രയാണ്? കോൺസ്റ്റന്റ്. എവിടെയാണോ ഹൈറ്റ് ഉള്ള 3 തന്നെ. അപ്പൊ ഇവിടെയും 3 തന്നെ. അവിടെയും പുതിയൊരു വോളിയം കിട്ടുമല്ലോ. മൂന്നാമത്തെ ഭാഗം നോക്കാം. മൂന്നാമത്തെ ഭാഗം എന്ന് പറയണത് ഒന്നാമത്തെ ഭാഗത്തിന് തുല്യം തന്നെയല്ലേ. അപ്പൊ നിങ്ങൾ നോക്കി വേണമെങ്കിൽ ചെയ്ത് കളയാം. ലെങ്ത് 16 തന്നെ കിട്ടും. വിഡ്ത്ത് എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ മതി, 4 തന്നെയാണ്. ഹൈറ്റ് എന്ന് പറയുന്നത് മാറില്ല, 3 തന്നെയാണ്. അവിടെ ഒരു വോളിയം കിട്ടും. നേരത്തെ ചെയ്ത പോലെ ഇവിടെയുള്ള 1 വോളിയം 2 വോളിയം 3 വോളിയം, ഈ 3 വോളിയം ചെയ്ത് കണ്ടുപിടിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് അതിന്റെ ആൻസർ ടോട്ടൽ കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ വോളിയം കിട്ടും. ചെയ്തിട്ട് നമ്മുടെ നോട്ട് ബുക്കിലേക്ക് വരക്കണം. ഈ ഷേപ്പുകളെല്ലാം നോട്ട് ബുക്കിലേക്ക് മാറ്റി വരച്ചിട്ട് വേണം ഉത്തരം കണ്ടുപിടിക്കാൻ. ചെയ്തോളല്ലോ, ഞാൻ പറയേണ്ട കാര്യമില്ല, കൃത്യമായി ചെയ്ത് ഉത്തരം കണ്ടുപിടിച്ചോളാം. ഒരു ചോദ്യം കൂടി അതിൽ പറയുന്നുണ്ട്. അത് ടി ഷേപ്പാണ്. ടി ഷേപ്പിന്റെ കാര്യമാണ്. അത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് ചെയ്ത് കണ്ടുപിടിക്കുക. ടി ഷേപ്പ് നിങ്ങൾക്കറിയാം എങ്ങനെ ചെയ്യാൻ പറ്റുക. ടി ഷേപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള ഈ 2 ഭാഗങ്ങൾ യോജിപ്പിച്ച് ഇവിടെ ഒരു ഭാഗം എടുക്കുക, ഇത് രണ്ടാമത്തെ ഭാഗം എടുക്കാം. ഈ 2 ഭാഗത്തിന് വോളിയം കണ്ടുപിടിച്ചോളൂ. ഞാൻ പറയുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യാം? സ്വന്തമായിട്ട് ചെയ്തിട്ട് കണ്ടുപിടിച്ചോളൂ. ഓക്കെ, ഇത്രയും ഭാഗങ്ങളാണ് അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ തേർഡ് പാർട്ടായിട്ട് പ്രോബ്ലംസ് ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യമാണ് ഈ തേർഡ് പാർട്ടിൽ കൂടുതലായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത്.